ടൈം ക്യാപ്സൂൾ ചെയ്യുന്നത്. ആവശ്യമുള്ള വസ്തുക്കൾ: പാചക സോഡ അഥവാ ബേക്കിംഗ് സോഡ, ടിഷ്യൂ പേപ്പർ, ടേപ്പ്. ബേക്കിംഗ് സോഡ എടുത്ത് ടിഷ്യൂ പേപ്പറിന് മുകളിൽ വിതറുക. അല്പം കൂടുതലായി തന്നെ എടുക്കാം. ഇനി ടിഷ്യൂ പേപ്പറിൽ പിടിച്ചുകൊള്ളുക. ടിഷ്യൂ പേപ്പർ മടക്കുക. നന്നായി മടക്കിയെടുക്കണം. ഇനി നമുക്കിതൊരു പൊതിയാക്കി മടക്കിയെടുക്കാം. ശരി, ആവശ്യാനുസരണം ചെറുതായിട്ടോ വലുതായിട്ടോ ഉള്ള പൊതികളാക്കിയെടുക്കാം. സെല്ലോഫൈൻ ടേപ്പ് ഉപയോഗിച്ച് ഈ പൊതികൾ നന്നായി ഇറുക്കിക്കെട്ടാം. ടിഷ്യൂ പേപ്പർ മുഴുവനും നനഞ്ഞു കീറിപ്പോയാലല്ലാതെ ബേക്കിംഗ് സോഡ പുറത്തു വരില്ല. അതിനാൽ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ധാരാളം സമയം കിട്ടും. ഇതിനെ നമ്മുടെ പരീക്ഷണത്തിലൂടെ ടൈം ക്യാപ്സൂൾ എന്ന് സൂചിപ്പിക്കാം. ബലൂൺ വീർപ്പിക്കുന്നത്. ആവശ്യമുള്ള വസ്തുക്കൾ: വിനാഗിരി, ബലൂൺ, ഒഴിഞ്ഞ സോഡാക്കുപ്പി, ചൂടുവെള്ളം, 1 സ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി. കുപ്പിക്കുള്ളിൽ ചൂടുവെള്ളം ഒഴിക്കുക. ഇനി കുപ്പിക്കുള്ളിലേക്ക് അല്പം വിനാഗിരി ഒഴിക്കുക. ഇപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ടൈം ക്യാപ്സൂളിനെ കുപ്പിക്കുള്ളിലേക്ക് ഇടാം. ഉടൻ തന്നെ കുപ്പിയുടെ വായ അടയ്ക്കുന്ന വിധത്തിൽ ബലൂൺ ഘടിപ്പിക്കുക. ക്യാപ്സൂളിന്റെ ഉള്ളിലുള്ള പാചക സോഡാപ്പൊടി പുറത്തേക്ക് വന്ന് പ്രവർത്തിക്കുന്നതുവരെ കുപ്പി നല്ലവണ്ണം കുലുക്കി കൊടുക്കുക. ബലൂൺ വീർത്തു വരാനായി നമുക്ക് കുപ്പി കുറച്ചുകൂടി നന്നായി കുലുക്കാം. ക്യാപ്സൂൾ ഇപ്പോഴും പൂർണ്ണമായും തുറന്നു വന്നിട്ടില്ല. ഒന്നുകൂടി നന്നായി കുലുക്കി കൊടുക്കാം. അതെ, ഇപ്പോൾ ബലൂൺ വീർത്തു വരുന്നുണ്ട്. കാരണം ബേക്കിംഗ് സോഡ എന്ന ഗുണമൂലവും വിനാഗിരി എന്ന അമ്ലവും ഇവ രണ്ടും തമ്മിൽ രാസപ്രവർത്തനം നടക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ വാതകം ബലൂണിനുള്ളിലേക്ക് പ്രവേശിച്ച് അതിനെ വീർപ്പിച്ച് വലുതാക്കുന്നു. ബലൂൺ വീർപ്പിച്ച് വലുതാക്കാനുള്ള ഒരു നല്ല ഉപായമല്ലേ ഇത്? വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ഭൂരിപക്ഷം സ്വപ്നങ്ങളും 5 മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും.